ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആശുവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈതർ ബില്ല് അടിക്കുമ്പോൾ HSൻ്റെ എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈതർ ബില്ല് അടിക്കുന്ന സ്പീഡായിട്ട് കാണിക്കുന്നു. ഈ ബില്ല് ഓപ്പൺ ചെയ്യുക, ഡോക്യുമെൻറ്റ് നമ്പർ കാര്യങ്ങൾ കൊടുക്കുക. ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റിന് അഗേൻസ്റ്റാണ് അടിക്കുന്നത്. ജസ്റ്റ് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ അടിച്ച് ചെയ്ത് ഇത് ഫാസ്റ്റായിട്ട് ഫില്ല് ചെയ്യുന്ന കാണിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഐറ്റം നെയിം ഇത് നിർബന്ധമായിട്ട് അടിക്കേണ്ട HSN കോഡും അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ അടിക്കേണ്ടത് ടാക്സ് വാല്യൂം അതുപോലെ തന്നെ പെർസെൻറ്റേജ് മാത്രം നിർബന്ധമായിട്ട് അടിക്കണ്ടു. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പം നമുക്കിത് സേവ് ചെയ്ത് നോക്കാം. വെഹിക്കിൾ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം HSൻ്റെ ഒരു ഇൻവാലിഡ് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, HSN കോഡ് എറർ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇവിടെ കാണാം, നമുക്ക് ഇവിടെ ഇത്രയും HSN കോഡ് ഉണ്ട്. അപ്പോൾ HSN കോഡ് ഏത് HSN കോഡിനെ പ്രോബ്ലം നോക്കാം. നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും HSN കോഡാണ് ഇതിലുള്ളത്. നമ്മളത് ഒരു എക്സലിലേക്ക് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എക്സലിന് നിങ്ങൾ ഡയറക്റ്റ് HSN കോഡ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നേരെ ഗൂഗിൾ ക്രോം തുറക്കുന്നു. ഒരു HSN വാലിഡേറ്റർ എന്ന് അടിക്കാം. HSN വാലിഡേറ്റർ ജസ്റ്റ് ഈ ഫസ്റ്റ് കാണുന്ന GST ജെന്നുള്ള സാധനം ഓപ്പൺ ചെയ്യുക. ഇതിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ചെക്ക് HSN കോഡ് അടിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ HSN എറർ കാണിക്കും. അപ്പോൾ ഈ ഒരു കോഡാണ് ഇതിൽ പ്രശ്നമില്ലത്. ബാക്കി എല്ലാ HSN കോഡും ഓക്കെ ആണ്. ഈ ഒരു കോഡ് ഇൻവാലിഡാണ്. അപ്പോൾ അതെന്താണ് സാധനം നമുക്ക് നോക്കാം. 1924 ഇതാണ് സാധനം. ഈ ബക്കറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിന് നോർമലി ഈ ഒരു കോഡും ഈ ക്രോക്കറി തന്നെ വരുത്തും. 39249090. ഓക്കെ, അപ്പോൾ നമുക്കത് അടിച്ചാൽ മതി. നമ്മൾ നേരെ ഇവിടെ ഇവേ ബില്ലിലേക്ക് വരുന്നു, കുറച്ച് സൂമിൻ ആക്കുന്നു. ഈ ഒരു കോഡാണ് പ്രശ്നം. ഇതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് 18% തന്നെയാണ്. അപ്പോൾ നമ്മൾ 39249090 ഏകദേശം ഈ അടിയിലുള്ള അതേ സാധനം തന്നെയാണ് ഈ മുകളിലത്തെ സാധനം. അപ്പോൾ ഇത് മുമ്പ് വന്ന ഐറ്റം ആയത് കൊണ്ടായിരിക്കാം HSN കോഡ് ഇൻവാലിഡ് ആയത്. അപ്പോൾ അതൊന്ന് നമ്മൾ മാറ്റുന്നു, പുതിയ HSN കോഡ് ആക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടെ സബ്മിറ്റ് അടിക്കുന്നു. ബില്ല് ജനറേറ്റ് ആയി. ഇത്ര മാത്രമേ പണിയുള്ളൂ. HSN ഇൻവാലിഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് HSN തിരുത്തിയിട്ട് ഇതുപോലെ ഇവ ബില്ല് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഡീറ്റെയിൽഡ് പ്രിൻ്റ് അടിച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിൻ്റ് വരും. Ctrl+P അടിച്ചാൽ ഇത് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇവേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും. HSN എററും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി കാര്യങ്ങളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റിക്വസ്റ്റ് അയച്ചാൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.